ഹലോ ചങ്ങായീസ്, എല്ലാവർക്കും കവിസ്ഡ്രീംട്യൂബിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ബോട്ടിലായിട്ടാണ് ചെയ്യുന്നത്. അതിനടുത്ത് ഇതുപോലൊരു കുപ്പി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ബോട്ടിൽ കാണുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചേട്ടൻ അവിടെ പോയ വഴിയിൽ പുള്ളിക്കാരനെ കണ്ട് കിട്ടിയിട്ട് അങ്ങനെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് കൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി നമുക്കിതൊന്ന് ഡിസൈൻ ചെയ്തിട്ട് നമ്മുടെ ടേബിളിലൊക്കെ വെക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതിനൊരു പിടിയൊക്കെ ഉണ്ട്. ആ ഒരു ബോട്ടിലിൻ്റെ ടോപ്പ് വശത്തായിട്ട് ഒരു പിടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കത് കാണുമ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൽ മണി പ്ലാന്റ് വെക്കാം. അപ്പോൾ അതിലേക്ക് ഒരു കുഞ്ഞു ഡിസൈനൊക്കെ കൊടുത്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് ഷൂട്ടൂടെ ചെയ്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങളോടുകൂടി കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, അപ്പം ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാനിങ്ങനെ ഒരു കുറേ ട്രയാങ്കിളുകൾ ഒരു 3 കളറിൽ കൊടുത്തിട്ട് അതിന് ബോർഡറൊക്കെ കൊടുത്തെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. ഗ്രീൻ, യെല്ലോ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കേട്ടോ ഞാൻ ഈ ഒരു ട്രയാങ്കിൾ കൊടുത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇടയ്ക്ക് ആ ഒരു ഗ്ലാസ്സിലൂടെ അതിങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഇതിന് ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യണം. പിന്നെ ഒരു ഡാർക്ക് പിങ്ക് ആ ഒരു നിറത്തിൽ വന്നിട്ട് ഒരു സൈഡിൽ വന്നിട്ട് ഗ്രീനിന് ബോർഡർ കൊടുക്കുന്നുണ്ട്, ഓപ്പോസിറ്റ് സൈഡിൽ യെല്ലോയ്ക്ക് ഇതേ ബോർഡർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ബോട്ടിൽ കാണാൻ അടിപൊളിയാണ്. അപ്പം ഞാൻ ഈ ഗ്രീനും യെല്ലോവും എടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മണി പ്ലാന്റിനെ ഒരു നിറം വെച്ചിട്ടൊക്കെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിൽ മണി പ്ലാന്റ് ഇട്ട് വെക്കുമ്പോൾ കാണാൻ ഭംഗിയായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, അപ്പം നമ്മൾ 2 സൈഡിലും ഇതുപോലെ പെയിൻറ് ചെയ്ത് ഇത് നന്നായിട്ട് ഉണക്കാനായിട്ട് വെക്കുക. അപ്പം ഞാൻ ഫസ്റ്റ് ഇതിനകത്തേക്കൊന്ന് നമ്മുടെ ഫെയറി ലൈറ്റ് ഉണ്ടല്ലോ അതൊന്ന് കടത്തി വെച്ച് നോക്കി. അപ്പോൾ എങ്ങനെ ഉണ്ടാവും കാണാനായിട്ട്, രാത്രിയിലൊക്കെ കത്തിച്ച് വെക്കാൻ എത്രമാത്രം നല്ലതായിരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം നമുക്ക് 2 ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ലൈറ്റ് കൊടുത്ത് വെക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മണി പ്ലാന്റ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ ടേബിളിലൊക്കെ വെക്കാനായിട്ടും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ലൈറ്റ് കൊടുത്ത് നോക്കുക. അപ്പോൾ അതും നിങ്ങൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതും നമുക്ക് കണ്ടു നോക്കാം.
ലൈറ്റ് കൊടുത്തിട്ടുള്ള ഒരു ഭംഗി എന്ന് പറയുന്നത്. ഇനി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ മണി പ്ലാന്റ് ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരിങ്ങനെ അതിൻ്റെ ഒരു മണി പ്ലാന്റിൻ്റെ വേര് നോക്കി കട്ട് ചെയ്തെടുത്തിട്ട് അത് നമ്മുടെ ബോട്ടിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും നല്ലതാണ്. നമുക്ക് വീടിനുള്ളിലൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ ബോട്ടിലൊക്കെ ഡിസൈൻ ചെയ്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയിട്ട് നല്ലതായിരിക്കും. അപ്പം ഞാൻ ഈ മണി പ്ലാന്റും കൂടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പം ഞാൻ കരുതിയ ബോട്ടിൽ ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ബോട്ടിൽ പരിചയപ്പെടുത്താമല്ലോ എന്നൊക്കെ വെച്ചിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ കവീസ് ഡ്രീം ട്യൂബ് ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.